ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏശയ്യാ 1 അധ്യായം 21, 22, 23 വാക്യങ്ങൾ. വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നിരിക്കുന്നത് എങ്ങനെ? അതിൽ ന്യായം നിറഞ്ഞിരുന്നു, നീതി വസിച്ചിരുന്നു. ഇപ്പോഴോ കൊലപാതകന്മാർ. നിന്റെ വെള്ളി കീടമായി, നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്നും ഇരിക്കുന്നു. നിന്റെ പ്രഭുക്കന്മാർ മത്സരികൾ, കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ. 2 പ്രത്യേക കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ കാണുന്നുണ്ട്. മൂല്യത്തകർച്ച സംഭവിച്ച ജനത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. വെള്ളിയിൽ നിന്നും കീടം പൂർണ്ണമായി നീക്കളയുമ്പോഴാണ് വെള്ളിയിലൊരുക്കി ശുദ്ധി ചെയ്ത വെള്ളിയാവുന്നത്. ഇവിടെ പ്രവാചകൻ ദൈവവചനം ഉദ്ഘോഷിക്കുന്നു. വെള്ളിയിൽ കീടം നിറഞ്ഞിരിക്കുന്നു, വീഞ്ഞിൽ വെള്ളവും നിറഞ്ഞിരിക്കുന്നു. അതായത് കലർപ്പ് സമൃദ്ധിയായി ചേർന്നിരിക്കുന്നു എന്നർത്ഥം. യഹൂദജനത്തെ എടുത്തതിനെക്കുറിച്ച് പുറപ്പാട് 19:5 പറയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. പുരോഹിത രാജ്യത്തുള്ള പ്രത്യേക ജനമാണെന്ന് യഹോവ കൽപ്പിക്കുന്നുണ്ട്. സർവ്വജാതിയും ജനവും എനിക്കുള്ളതാണ്. സർവ്വജാതിക്കും സൽഗുണം ഉപദേശിപ്പാനും മാർഗം കാണിപ്പാനും ഉള്ളവരാണ് വിളിക്കപ്പെട്ട ജനം അല്ലെങ്കിൽ ജാതി. അങ്ങനെ എടുത്ത ജനത്തിൻ്റെ മൂല്യത്തകർച്ചയാണ് ദൈവം പ്രവാചകനിലൂടെ ചിത്രീകരിച്ച് കാണിക്കുന്നത്. 2 ജനത്തെ നയിക്കേണ്ടവരെ കുറിച്ച് യഹോവ കൽപ്പിക്കുന്ന കാര്യം 18:21 ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുക്കുകയും. അങ്ങനെ ഇരിക്കേണ്ടവരെ കുറിച്ചാണ് പ്രവചനത്തിൽ കാണുന്ന ദയനീയത. പ്രഭുക്കന്മാർ മത്സരികൾ, കള്ളന്മാരുടെ കൂട്ടാളികൾ, അവരൊക്കെ സമ്മാനപ്രിയർ, പ്രതിഫലം കാക്ഷിക്കുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ന്യായം നടത്തുന്നില്ല, വിധവമാർക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്നതുമില്ല. വേദനജനകവും ഹൃദയഭേദവുമാണ് ഈ ദുരവസ്ഥ എന്ന് നാം പ്രത്യേകം ഓർക്കുകയും അറിയുകയും വേണം. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പിന്നീടുള്ള വാക്യങ്ങളിൽ ദൈവം കൽപ്പിക്കുന്നുണ്ട്. വൈരികളോട് ഞാൻ പകരം വീട്ടു, ശത്രുക്കളോട് പ്രതികാരം ചെയ്യും. വെള്ളിയിലെ കീടം ഉരുക്കിക്കളയുന്ന പോലെ ശുദ്ധി ചെയ്യും. ദൈവനാമ മഹത്വത്തിന് വിരുദ്ധമായി പോകുന്നവരെ കുറിച്ച്, ദൈവജനം ആയിരിക്കേണ്ടവരെ കുറിച്ചാണ് പറഞ്ഞത്, പുറത്തുള്ള ജാതികളെ കുറിച്ചല്ലെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ജന്മപ്പെരുന്നാളിലെ ലാക്കാക്കിയുള്ള തീർത്ഥയാത്രയല്ല നാം ഓരോരുത്തരും. നാം നമ്മെ ഒന്ന് സമർപ്പിച്ച് ധ്യാനിക്കേണ്ടതുണ്ട്. 1 രാജാക്കന്മാർ 17 അധ്യായത്തിൽ സരപ്തയിലെ വിധവയുടെ കാര്യം പറയുന്നു. കെരിയത്ത് തോട്ടിന്റെ കരയിലാണ് ഇസ്രായേലിൽ ക്ഷാമം ഉണ്ടായപ്പോൾ യഹോവ എലിയാവിനെ പാർപ്പിക്കുന്നത്. അവിടെ ദൈവദൂതൻ കാക്കയുടെ രൂപത്തിൽ അട കൊണ്ട് കൊടുക്കും, തോട്ടിലെ വെള്ളവും കുടിക്കും. വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ പ്രവാചകനെ സരപ്തയിലേക്ക് അയക്കുന്നു. സരപ്തയിലെ വിധവയ്ക്ക് ഒരു അപ്പം ചുടുവാനുള്ള മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തിന്നിട്ട് മരിക്കാം എന്നാണ് വിധവയും വിധവയുടെ മകനും വിചാരിച്ചത്. ആ സന്ദർഭത്തിലാണ് ഒരു കഷ്ണം അടയ്ക്കായി ഏലിയാവ് അവിടെ എത്തുന്നത്. അതിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ അവൾ കഴിഞ്ഞു. അത് അവളുടെ മഹത്വമായിരുന്നു. ദൈവപുരുഷനെ ആ വിധവ കൈക്കൊണ്ടതുകൊണ്ട് അവൾക്കും കുടുംബത്തിനും ചാർച്ചക്കാർക്കും പിന്നീട് ക്ഷാമം ഉണ്ടായില്ല. നാട്ടിലായ ക്ഷാമത്തിൽ വലയുമ്പോഴാണ് ഇതെന്ന് ഓർക്കണം. പ്രവാചകന് വീട് കിട്ടി, വിധവയ്ക്കും കുടുംബത്തിനും ഭക്ഷണവും, എല്ലാവർക്കും സന്തോഷം. ഭൗതിക സുഖത്തിലും ക്ഷേമത്തിലും സമാധാനപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ അത്യാപത്തുണ്ടാകുന്നു. വിധവയുടെ മകൻ ദീനം പിടിച്ചു, കിടപ്പിലായി, അവൻ മരിച്ചു. പെട്ടെന്നാണ് അന്തരീക്ഷം മാറിയത്. അത്യാപത്തുകൾ ആകസ്മികമാണ്. ഇവിടെ വിധവ തിരിഞ്ഞു നോക്കി പ്രവാചകനോട് പൊട്ടിക്കുറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ പാവം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാണോ നീ എൻ്റെ അടുക്കൽ വന്നത്? ഭർത്താവ് മരിച്ച ശേഷം ഉണ്ടായ മകനാണത്. അതുകൊണ്ടാണ് പാവം ഓർപ്പിക്കേണ്ടതിന് എന്ന് അവൾ പറയുന്നതെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. അവൾ അവളുടെ പാവത്തെക്കുറിച്ച് ഓർക്കുന്നു, ഏറ്റുപറയുന്നു. അപ്പോൾ പ്രവാചകന്റെ മറുപടി, നിന്റെ മകനെ ഇങ്ങു തരിക. കുഞ്ഞിനു വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടുന്നു. നീ സത്യമായും ദൈവപുരുഷൻ ആണെന്നും നിന്റെ വായിൽ ദൈവവചനമുണ്ടെന്നും ഞാൻ അറിയുന്നുവെന്ന് സ്ത്രീ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ, ചില കഷ്ടങ്ങൾ, ചില കേടുകൾ, കെടുതികൾ, ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്നിവ വരുമ്പോൾ തിരിഞ്ഞു നോക്കണം. എന്തെങ്കിലും ജീവിതത്തിൽ അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്ന്. പുതിയ ചുവടുകൾ വയ്ക്കാൻ തുടങ്ങുമ്പോഴും ഒരു തിരിഞ്ഞുനോട്ടം നല്ലതാണ്, അത്യന്താപേക്ഷിതമാണ്. നമ്മൾ കാറിൽ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ജംഗ്ഷനിൽ തിരിയുമ്പോൾ നാം കാറിൻ്റെ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ ഈ നോമ്പ് അനുഗ്രഹത്തിനായി തീരട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ നോമ്പിൻ്റെ അവസാനത്തിങ്കൽ എൻ്റെ ജീവിതം പ്രകാശപൂർവ്വമായി തീരണമേ. കൊറോണയുടെ വസന്തകാലം കഴിഞ്ഞു വരുന്നത് അനുഗ്രഹത്തിൻ്റെ സുപ്രഭാതമാകണമേ. എനിക്കും
സർവ്വജനത്തിനും ഓർക്കുവാൻ കടപ്പെട്ടവർക്കും ഓർക്കുവാൻ ആവശ്യപ്പെട്ടവർക്കും എല്ലാം തന്നെ പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും എന്നോ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.